ഇതാരാ? വിമൻസ് ഫെലോഷിപ്പ് കൺവീനറോ? നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ചർച്ച് ഡേ ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നമുക്ക് തയ്യാറാക്കണം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാർട്ട് ഒന്ന് തയ്യാറാക്കിയിട്ട് എന്നെ അറിയിക്കണം. ഓക്കെ? ഓക്കെ അച്ഛാ. എല്ലാവരും എന്നോട് ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചർച്ച് ഡേയുടെ പ്രോഗ്രാമിനെ കുറിച്ച്. ഞാൻ നാളെ എല്ലാവരോടും ചോദിച്ച് അച്ഛൻ്റെ പ്രോഗ്രാം ലിസ്റ്റ് ചാർട്ട് ചെയ്തിട്ട് തരാം. ഓക്കെ, ഞാൻ പറയാമേ. ചേട്ടാ, ചർച്ച് ഡേക്ക് യൂട്യൂബിൽ നോക്കി ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്ത് പാടുവോ? ചർച്ച് ഡേക്ക് നീ എന്ത് പ്രോഗ്രാം ചെയ്യാനാ പ്ലാൻ ചെയ്യുന്നേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഡാൻസ് മതിയാ? രാഖി ചേച്ചി, ചർച്ച് ഡേക്ക് അപ്പു എന്ത് പ്രോഗ്രാമാ ചെയ്യുന്നേ? അറിയില്ല, ഞാൻ അവിടെ അടുത്തൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അപ്പു, നീ ചർച്ച് ഡേക്ക് എന്താ ചെയ്യാൻ പോണേ? റീജ ചോദിക്കണോ? റീജയ്ക്ക് ലിസ്റ്റ് ഉണ്ടാക്കാനാ? ഇല്ല അമ്മ, ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. അതെന്താണ് പഴയതുപോലെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഈ ഒരു കാര്യം, കീബോർഡിൽ ഒരു പാട്ടും പിന്നെ ഒരു ഡാൻസും നീ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, ഞാൻ ചെയ്യാം. അമ്മ, എനിക്ക് 2 പാട്ട് സെലക്ട് ചെയ്ത് തരണം. അപ്പൊ ഏതിനാണ്? പാട്ടിനാണോ ഡാൻസിനാണോ വേണ്ടത്? രണ്ടിനും വേണം, ഡാൻസിനും പാട്ടിനും. സാജാ, ചർച്ചയിലേക്ക് ഒരു സ്കിറ്റ് ചെയ്യുമല്ലോ, അപ്പൂനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കണേ. അപ്പൂല്ല എന്തോ സ്കിറ്റ് ചേട്ടാ, അത് നമുക്ക് ശരിയാക്കാം. ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകെ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദി ചൊല്ലിത്തീരുമോ? ഇത് മതി, കൊള്ളാം. പക്ഷേ ടിക്ടോക്ക് ഒക്കെ നിർത്തിയിട്ട് ഒരു സ്കിറ്റ് റെഡിയാക്കാനുള്ള വഴി ആലോചിക്കും. സാജ തുപ്പരുത്, തോറ്റുപോകും. ബ്ലൗസും മാസ്കൊക്കെ ഈസി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എന്റെ ഒരു സോങ് ഉണ്ടാകും. ആദ്യം കൂട്ട ഒരു പാട്ട് പാടുവോ? എനിക്ക് പാട്ട് പാടണം. ഓസ്റ്റിനാണ നമ്മുടെ പഴയ സ്കിറ്റിലെ ക്രൈസ്റ്റ് ഓർമ്മയുണ്ട? പിന്നെ രാകേഷ്, എനിക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ സ്കിറ്റ്. അതിലെ ക്രൈസ്റ്റിന്റെ കഥാപാത്രം വളരെ ഹിറ്റായതല്ലേ. ഈ വർഷം നമുക്കത് വേണം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി താടിയൊക്കെ ഇങ്ങനെ വളർത്തുന്നത്. ഈ വർഷം നമുക്ക് സ്കിറ്റും കളിക്കണം, ഞാൻ അതിൽ ക്രൈസ്റ്റും ആകാം. എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ട്. അയ്യോ പപ്പ, യേശുവിന് തലയിൽ മുടി വേണ്ടേ? മോള് കുഞ്ഞമ്മാമ പറഞ്ഞ കേട്ടല്ലോ അല്ലേ, നമ്മള് വിഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കൊച്ചു, നമുക്ക് അലീനയ്ക്കും ആബേദിനും അമോദിനും കൂടെ ഒരു ആക്ഷൻ സോങ് പ്രാവശ്യത്തെ വേണം. അതിന് നീ പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം കേട്ടോ. പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ചർച്ചിൽ വരുന്നുണ്ടേ, സ്കിറ്റൊക്കെ ഉണ്ട് കേട്ടോ. നാടകമായാലും പാട്ടായാലും ഞാൻ റെഡിയാ. എന്തായിരുന്നാലും എനിക്കൊരു റോണ്ടാവണം.
എല്ലാവരും ഓരോരോ പ്രോഗ്രാം ചെയ്യണല്ല, ഞാൻ ഇപ്പൊ എന്ത് പ്രോഗ്രാം ചെയ്യും? ഒരു പാട്ട് പാടിയല്ല. യേശുവല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ, മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. വാ വാ, ഇത് ഞാൻ പൊളിക്കും. ഇനി ഇത് ഞാൻ മാസ്ക് വെച്ച് പാടേണ്ടി വരും. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവല്ല, ഒരുമാതിരി ഇരിക്കും. വേണമെങ്കിൽ മൈക്കുമായിട്ടൊരു സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാം. പപ്പയ്ക്ക് ഈ വർഷം നാടകത്തിൽ ഏത് റോളാണ് ഉള്ളത്? ഈ വർഷം നാടകമൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉള്ളൂ. അല്ലേ ശരണേ? എന്താണെന്ന് വെച്ചാൽ പിടിച്ചോ, നമ്മളെ ദൂരല്ലേ, നമ്മളെല്ലാത്തിനും റെഡിയല്ലേ. സ്നേഹ, ചർച്ചിലേക്ക് നീ എന്താ ചെയ്യുന്നത്? അമ്മ പറഞ്ഞാ എന്ത് ചെയ്യണം? ഡാൻസ് ആയാലോ? ആ, കുഴപ്പമില്ല. അപ്പോൾ അഖിലേ നീ എന്ത് ചെയ്യുന്നു? മമ്മി അതിപ്പോ ഞാൻ എന്താ വെച്ചാൽ വല്ല സ്പോർട്സ് ആണെങ്കിൽ ഒരു കൈ നോക്കാം. സീമ ചേച്ചി, ചർച്ചിലേക്ക് അണ്ണന്റെ പാട്ടും പിള്ളേരുടെ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവും അറിയാം. പിന്നെ സച്ചുവിനും വാവയ്ക്കും കൂടി ചേർന്ന് ഒരു പാട്ട് നോക്കിക്കൂടെ? നോക്കാലോ, അവരെ വിളിക്കും. ആ, ഇന്ന് വന്നേ. അതുകൊണ്ടാ നിങ്ങൾ രണ്ടും കൂടെ ഒരു പാട്ട് പ്രാക്ടീസ്. അങ്ങനെയാണെങ്കിൽ ചിന്തിനോട് കീബോർഡ് വയ്ക്കാൻ പറയാം. അതുകൊണ്ടാ ചിന്തുനെ വിളിച്ചു. എന്താ വിളിച്ചത്? ഇവർ രണ്ടുപേരും ഒരു പാട്ട് നോക്കുന്നുണ്ട്, നിനക്ക് കീബോർഡ് വായിച്ചൂടെ? അതിന് കുഴപ്പമില്ല, ഞാൻ എന്റെ സിംഗിൾ പെർഫോമൻസ് വന്നോ. ഓക്കെ, ഈ വർഷം എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ് ചേച്ചി. ഞാൻ വിളിച്ചാൽ സംസാരിച്ചോട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓർമ്മയുണ്ടോ? ഏത് സ്കിറ്റ്? ആ സ്കിറ്റാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആക്ട് ചെയ്തത്. അതന്നെ പൊന്നിനെ കൊണ്ടൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോസ് പൊന്നിനെ വിളിക്കും. Sunu, can you sing a song, right? God will make a way where there seems to be no way. He walks in ways we cannot see. He will make a way for me. He will make a way. Good. രുക്കു, നീ എന്റെ കൂടെ ഒരു ഡാൻസ് കളിക്കോ? ആടാ, നമുക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചകളെക്കാട്ടും ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാനും രുക്കും അമലയും കൂടെ ഒരു ഡാൻസ് കളിക്കാം.
ഉദ്ദേശം മതി, ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ പരിപാടി എന്തുവാ? ചർച്ചയിലേക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാം. അമ്മേ, നമുക്കൊരു പാട്ട് ചെയ്താലോ? ശരിയല്ലേ? പ്രവീൺ സ്കിറ്റിലുണ്ട്, അറിഞ്ഞോ? നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നാ? ഈ വർഷത്തെ പള്ളിയിൽ സ്കിറ്റില് ഞാനും കൂടിയുണ്ട്. ആണോ? ഉള്ളല്ലോ. പപ്പ, എനിക്ക് പാട്ട് പാടണം. പപ്പ, എനിക്ക് കൂടെ. അമ്മ രണ്ടുപേർക്ക് നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കേ അമ്മ. ഞങ്ങൾ നഴ്സുമാർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും കരുതലും എപ്പോഴും ഉണ്ടാകണം. അത് പിന്നെ പറയാനുണ്ട് മോളെ, തീർച്ചയായും. ഈ കോവിഡ് കാലത്ത് നിങ്ങളെ പോലെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അച്ഛാ, ചർച്ച് ഡേയുടെ പ്രോഗ്രാം ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുൻവർഷത്തെക്കാളും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കൊന്ന് നല്ലവണ്ണം അടിച്ചു പൊളിക്കാൻ പറ്റുമെന്ന് തോന്നി ഈ വർഷം. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം അച്ഛാ ലിസ്റ്റ്. ഇതാ അച്ഛാ ചർച്ച് ഡേക്കുള്ള പ്രോഗ്രാം ലിസ്റ്റ്. ഇതിപ്പോൾ പ്രോഗ്രാം വളരെ വെറൈറ്റി ആണല്ലോ. നന്നായി എല്ലാവരോടും പ്രാക്ടീസ് ചെയ്യാൻ പറയണം. ഈ വർഷത്തെ ചർച്ച് ഡേ വളരെ ഭംഗിയായി നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കോവിഡ് മഹാമാരി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതക്രമങ്ങളിലൊക്കെ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി നമുക്കും ഈ രോഗത്തിനെതിരെ പോരാടാം. Our safety is our responsibility. Stay together. Break the chain. Keep social distance. Keep clean and beat Corona. Salute to the health workers. Police. Wash your hands frequently. Use gloves. Use mask. Dispose your masks and gloves properly. Eat fruits. Stay healthy. Do exercise daily. Be confident, stay strong. Hope for the best. Stay home, stay safe. ഈ സമയവും കടന്നു പോകും. എല്ലാവർക്കും സുഖവും സമാധാനവും നൽകുന്ന നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൽ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. Wash your hands. Dispose your mask. Our safety. You folks, stay healthy. ഞങ്ങൾ നേഴ്സുമാർ ശരിയായില്ലേ? ഓർമ്മയില്ലേ? Eat fruits. നിനക്ക് വായന പാടില്ല. ഞാൻ ചെയ്യാം, പക്ഷെ 2 പാട്ട് എനിക്ക് സെലക്ട് ചെയ്തതാണ്. അങ്ങനെയല്ല. അതുമല്ല
സ്റ്റാൻഡ് ക്ലോസ് ചെയ്യാനും ഞാൻ ഓക്കെ.